സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ഇല്ല. ഏട്ടൻ കുറേ കാലം മുംബൈയിലായിരുന്നു. ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരുടെ കൂടെ. ഇടാ, നീ ഇതുവരെ ഓക്കെ ആയില്ലേ? കാശിയേട്ട ഇപ്പം എത്തും. നീ അതോർത്താണോ വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എത്തും, എത്തിയില്ലല്ലോ. വരാനത്ത് കാശിയേട്ടനും കൂടെ കൊണ്ടുവരാനുള്ളായിരുന്നു. അതങ്ങനെ എല്ലാം എൻ്റെ ബുദ്ധിയായിപ്പോയി. ഇല്ലെങ്കിൽ എൻ്റെ പൊന്നങ്കി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. നമ്മളിപ്പോഴല്ലേ അഡ്രസ്സ് അയച്ചു കൊടുത്തത്. അവനിത് ഇത് ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ടെൻഷൻ അടിക്കാനാണെങ്കിൽ അതിനെ നേരം കാണത്തുള്ളൂ. നീ സമാധാനപ്പെട്, ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ആദ്യമും കാശിയും തമ്മിൽ. അതിനായിരിക്കും ഇങ്ങനെ കരഞ്ഞു വിളിച്ച് വരുന്നത്. നമുക്ക് നോക്കാം, ഇതിവിടെ എത്തട്ടെ. എത്തിയിട്ടല്ലേ പിന്നെ ടെൻഷൻ അടിക്കുന്ന കാര്യമൊക്കെ. അതെ, നീ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് കാട് കയറി ചിന്തിക്കണ്ട കേട്ടോ. സമാധാനപ്പെടുക, അവ ഇപ്പൊ വരും. വിഷ്ണുവിന്റെ ചേട്ടൻ വന്നു. നിങ്ങൾ ഒരുപാട് നേരമായി വന്നിട്ട്. നിങ്ങളെല്ലാവരും ഇന്ന് വരാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഓഫീസിൽ വിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്ന് ചെറിയൊരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതാ ഞാൻ റൂമിലോട്ട് കയറിപ്പോയത്. പിന്നെ എങ്ങനെ, എല്ലാവർക്കും സുഖമല്ലേ? അങ്കിത്, എന്തൊക്കെ ഉണ്ടടാ വിശേഷം? ഓ, നമുക്കെന്ത് വിശേഷം, സുഖം സത്യേട്ടാ. അതെന്തിനാണ് നീ ചേട്ടനെ പിടിച്ചു നിർത്തിയത്? ചേട്ടൻ ഓഫീസിൽ പോവായിരുന്നല്ലോ. അതോ, എടാ നിങ്ങൾ നേരിട്ട് കണ്ട് പരിചയമില്ലല്ലോ, ഫോണിൽ സംസാരിച്ചാലേ പരിചയമുള്ളൂ. അപ്പൊ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിടിച്ചു നിർത്തിയതാ. അതിനും ഇപ്പൊ പരാതി എനിക്ക് തന്നെ അല്ലേ? ഇനി എന്റെ പേരും പറഞ്ഞ് രണ്ടും കൂടെ അടി ഉണ്ടാക്കണ്ട. വിഷ്ണു, പക്ഷെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എൻ്റെ PA കുറച്ച് ഫയൽസ് കൊണ്ടുവരും, അത് നീ വാങ്ങിച്ചുകൊണ്ട് വരണം. അവ ഇവിടെ വരത്തില്ല, അവൻ ബൈക്കിലാണ് വരുന്നത്. അപ്പൊ ഇന്ന് വരെ വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര റിസ്ക്കാണ്. പിന്നെ തിരിച്ചു പോകുന്ന കാര്യം നല്ല ദൂരമാവും. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. നീ അടുത്ത ജംഗ്ഷനിൽ പോയി വാങ്ങിച്ചോണ്ടെന്നാ മതി. അവ അവിടെ കൊണ്ടു തരും. നീ പോയിട്ടോ, പെട്ടെന്ന് പോയിട്ടോ, അവ ഇപ്പൊ വരും. ഇമാതിരി എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതാ. ശരി, ഞാൻ പോയിട്ട് വരാം. എടാ, ഞാൻ പോയിട്ട് വരാവേ. നിങ്ങൾ ഇരിക്കുന്ന, നിങ്ങൾ സംസാരിച്ചിരിക്കും. ശരിയെന്നാ, എങ്കിൽ ടെൻഷൻ അടിക്കില്ല, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഭയങ്കര മടിയാ. ഡോക്ടറായതിനു ശേഷം മടി കുറച്ച് കൂടിയിട്ടുണ്ട് നിന്റെ ഫ്രണ്ടിന്. നിങ്ങളിരിക്കും, ബാ ചോദിക്കട്ടെ. ഏത് ഹോസ്പിറ്റലാടാ? രണ്ടുപേരും ഒരുമിച്ചാണോ കയറുന്നത്? വേറെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും അവൻ പറഞ്ഞില്ല. ഏതോ ഹോസ്പിറ്റലിൽ രണ്ടുപേരും ഒരുമിച്ച് കയറുമെന്ന് പറഞ്ഞു വർക്കിന് വേണ്ടി. ഞങ്ങൾക്കും വലിയ പ്രത്യേകിച്ച് പ്ലാനൊന്നും. അല്ല സത്യേട്ടാ, ആ ഫോട്ടോയിലുള്ള ആള് ഏട്ടനെ അറിയാവോ? ഏത് ഫോട്ടോടാ? ഓഹോ, അത് ഹിസ് മൈ ഫ്രണ്ട് അർജുൻ വാസുദേവ് ശങ്കർ. എന്താ, നിനക്കറിയാവോ? അറിയില്ല, എവിടെ കണ്ടിട്ടുണ്ട്. എവിടെ, സ്ഥലം എവിടെയാ? അല്ല, ഐ മീൻ നിങ്ങളുടെ കമ്പനി എങ്ങനെയാ അയാളുമായിട്ട്?
കമ്പനി കൊളീഗ്സ് ആയിരുന്നു. മുംബൈയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തത്. ഐ മീൻ ഒരു പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാനായിട്ട് കുറച്ച് പ്രാക്ടീസ് വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കയറിയത്. അതിന് മുമ്പേ അറിയാം, കോളേജ് ടൈം തൊട്ട് അറിയാം. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ സൂസൈഡ് 3 പേര് മരിച്ചുപോയി. ഇപ്പം ഞാനും അവന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം ഓരോരോ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പിന്നെ ആളീ കാണുന്ന പോലെയൊന്നുമല്ല, ജഗകില്ലാടിയാ. അവനൊരു പ്രണയമുണ്ട്, അതിപ്പോഴും ഉണ്ട്. അതിനുവേണ്ടി ഇവൻ എന്തും ചെയ്യും. പിന്നെ ഇവനൊരു കസിൻ ഉണ്ടായിരുന്നു, ഒരു അടാറ് പീസായിരുന്നു മക്കളെ. നിങ്ങൾ അവനെ വേണം കാണാനായിട്ട്. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് വിചാരിച്ച് നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് കേട്ടാ. ആക്ച്വലി സത്യേട്ടൻ എന്താ ഇയാളെ കുറിച്ച് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹീസ് മൈ കസിൻ, എൻ്റെ കസിനാണ്. എൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടൻ്റെ മകൻ, അതായത് ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത ആൺതരി. എനിക്കറിയാം അർജുനേട്ടനെ. അല്ല, അർജുനേട്ടനൊരു പ്രണയം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? എന്താ പുള്ളിക്കാരിയുടെ പേര്? അവിടെയാ ട്വിസ്റ്റ്. നിന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാ അവന്റെ കാര്യവും. പുള്ളിക്കാരിയല്ല, പുള്ളിക്കാരനായിരുന്നു അവന്റെ ലവർ. ഐ മീൻ അവൻ വൺ സൈഡായിരുന്നു. ആ പയ്യനറിയത്തില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അവൻ നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ ഒരറിവുമില്ല. നിന്റെ കസിനായിരുന്നല്ലേ? അവനൊരു കസിനുണ്ട്, നിനക്ക് അറിയാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഇന്ദ്രജിത്തും ആദമും. എന്റെ പൊന്നു മോനെ, ഞങ്ങളെ ഗ്യാങ്ങിൽ വെച്ച് നോക്കുമ്പോ ആ മരിച്ചു പോയ 3 ബോയ് ടെസ്റ്റ് ഉള്ള 3 ആയിരുന്നു. അവന്മാർക്ക് 3 അവന്മാർ 2 നല്ല കണ്ണുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം നാട്ടിലോട്ട് വന്നു. ഇവിടെ അമ്മയ്ക്ക് വയ്യാതായിട്ടാണ് ഞാൻ വന്നത്. അതിനുശേഷം പെട്ടെന്നായിരുന്നു അവരുടെ മരണവും. പിന്നെ ഞാൻ മുംബൈയിലോട്ട് ചെന്നപ്പോൾ അവിടെ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറുക്കനെ പിന്നെ കണ്ടതേ ഇല്ല. 2 ചെറുക്കന്മാരെയും കണ്ടില്ല. അർജുനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവര് പോയി എന്നാ പറഞ്ഞേ. ഞാനൊരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് പോയത്. കാരണം അപ്പയുടെ അമ്മയ്ക്ക് വയ്യായിരുന്നു, പിന്നെ അമ്മയ്ക്ക് വയ്യായിരുന്നു, പിന്നെ അപ്പയുടെ അമ്മ മരിച്ചു. അങ്ങനെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരക്കാൻ നിന്നില്ല. പിന്നെ അർജുനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. അവൻ പിന്നെ ഇടയ്ക്കൊക്കെ പറയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഇന്ദ്ര സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയും. അത് അതിൽ കൂടുതൽ ഇപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല. വേറെ ഒന്നും ചോദിക്കാനും പോകത്തില്ല. എനിക്കറിയാം ഇന്ദ്രജിത്തിനെ ആദമിനെയും. എൻ്റെ ബ്രദേഴ്സിനെ കല്യാണം കഴിച്ചേക്കുന്ന അവർ 2 പേരുവാ. ഇന്ദ്രജിത്താണ് കിച്ചുവിൻ്റെ ഹസ്ബൻഡ്. സത്യേട്ടൻ അറിഞ്ഞാണത്തില്ല, കിച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ അറിഞ്ഞിട്ടുള്ളൂ. ആദമിനെ കഴിച്ചേക്കുന്നത് കാശിയേട്ടനെയാണ്. ഐ നോ. ഓ ആണോ? ഐ എം റിയലി സോറി. ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല. എന്നാലും അന്ന് അവര് 3 പേർക്കും ഇന്ദ്രയുടെ മേളിലൊരു നല്ല കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ഇൻക്ലൂഡിങ് മീ അല്ല. സംതിങ് ഹാപ്പൻ ഇൻ ദാറ്റ് നൈറ്റ്. എന്തൊക്കെയോ സംഭവിച്ചു. ഒരു പാർട്ടി നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എന്താ നടന്നതെന്ന് ഒരു ഓർമ്മയില്ല. ഇന്ദ്ര എന്ന് പറഞ്ഞ പയ്യൻ അതിനുശേഷം ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ അർജുനോടല്ലാണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവൻ ഏതോ മെന്റൽ ഹോസ്പിറ്റലിലോ സൈക്കാട്രിസ്റ്റിന്റെ ചികിത്സയിലോ എന്നൊക്കെയാണ്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ, എന്തിനാ, എങ്ങനെയാ, ഒരു കുഴപ്പമില്ലായിരുന്നു ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. മേ ബി ഇതെന്റെ ഊഹമായിരിക്കാം. ഐ തിങ്ക് അന്നവര് അവൻ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് അന്നേ ഉള്ള എൻ്റെ ഒരു ഡൗട്ടാണ്. ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. കാരണം അന്ന് നേരം വെളുത്തപ്പോൾ ഉച്ചയ്ക്കായപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ ബോധം വന്നപ്പോഴത്തേക്കും ഞാൻ വേറൊരു റൂമില്ല. എണീറ്റിട്ട് ഞാൻ എൻ്റെ കൂടെ വന്നവരെ കണ്ടായിരുന്നു എന്ന് ഹോട്ടലിൽ അന്വേഷിച്ചായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അതിൽ ആ പയ്യനെ ആരോ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തു എന്നും ഹോസ്പിറ്റലിലാന്നൊക്കെ. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നോട് അങ്ങോട്ട് എന്താ നടന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് തന്നെ ചെറിയ ഡൗട്ട്സ് തോന്നിയിട്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചത്. അപ്പോഴാണ് പറഞ്ഞ ഗ്യാങ് റേപ്പ് എന്തായിരുന്നു എന്ന്. ഐ തിങ്ക്
ഞങ്ങളുടെ ഫ്രണ്ട്സ് അത് ചെയ്തതെന്ന. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ല, അർജുൻ അവനൊട്ടും ഓക്കെ അല്ലായിരുന്നു ആ പ്രശ്നത്തിന് ശേഷം. കമ്പനിയിലൊക്കെ ഭയങ്കര റൂഡായിട്ടായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇടയ്ക്ക് എന്തോ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ ഓക്കെ ആടാ, അവനൊരു കുഴപ്പമില്ല, അന്ന് ഹോട്ടലിൽ വെച്ച് ഇഞ്ചേർഡ് ആയതെന്നാ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും തിരക്കാനും പോയില്ല. ചിലപ്പോ അവന്റെ അനിയനല്ലേ, അവന് വിഷമായാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈമില്ല ഒരു 6 മാസത്തിന് ശേഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അലന്റെ മരണം. അലൻ മരിച്ച് 6 മാസം പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആള് മരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ആള്. എന്റെ ഫാമിലിയൊക്കെ നല്ല ഷോക്ക്ഡായിരുന്നു. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ അടുക്കി മരിക്കുന്നോണ്ട് എന്തോ എല്ലാരും പറഞ്ഞു അടുത്ത മേ ബി ചിലപ്പോൾ നീ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഐ ഡോണ്ട് നോ, 2 വർഷമായി ഇതുവരെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോ മേ ബി ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചെന്നോ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നോ ഒന്നും. ഇതൊക്കെ വെറും എൻ്റെ ഒരു ഡൗട്ടാണ്. പക്ഷെ ഞാനന്ന് ഹോസ്പിറ്റലിൽ തിരക്കിയപ്പോൾ ഇങ്ങനെയാണ് അറിഞ്ഞത്. പക്ഷെ അത് ഇന്ദ്രയെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇത് പോയി ഇനി അർജുനോടോ ഇന്ദ്രയോടോ ചോദിക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട, വലിയ ഇഷ്യൂ ആക്കാനും പോണ്ട. ഞങ്ങളങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. ഇതിപ്പോ സത്യേട്ടനുള്ള ഡൗട്ടല്ലേ പറഞ്ഞത്. പിന്നെ ഹോസ്പിറ്റലിൽ മേ ബി ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കാം ആള് മാറി പറഞ്ഞതും ആവാം. നോക്കാം. ഞങ്ങളേതായാലും ഇതിന്റെ പുറകെ നടക്കാൻ പോകുന്നില്ല അല്ല അങ്കിത്? ആ ആ ആ അതെ അതെ. അച്ഛോ, സോറി അച്ഛൻ, നീ വന്നേ, പുറത്തോട്ട് വാ. ആ വരുവാ. സമാധാനമായി. സത്യേട്ടാ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാവേ. നിങ്ങൾ സംസാരിച്ചിരിക്കും. എൻ്റെ ബ്രദറാ കാശി, എന്തോ അർജുൻ്റെ കാര്യം പറയാനാ. അലച്ചിച്ചേ വാ. ഓക്കെ ക്യാരി ഓൺ. അന്ന അല്ലേ? അന്ന, വേറെ ഇഷ്യൂ ഒന്നുമില്ലല്ലോ അല്ലേ? ഇതൊക്കെ ഞാനായിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം അന്ന് അത്രയും സെഡ്യൂസ്ഡ് ആയിട്ടായിരുന്നു അവനോട് അവർ സംസാരിച്ചതും പെരുമാറിയതും, ഇൻക്ലൂഡിങ് മീ. പക്ഷേ ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം മേ ബി ഞാൻ കുടിച്ച് ബോധമില്ലാതായതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ എന്തോ എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഇതെൻ്റെ ഒരു ഊഹം മാത്രമാണ്. അർജുൻ സ്നേഹിച്ചിരുന്നത് ഇന്ദ്രയാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ പ്രാക്ടിക്കൽ ആവുമെന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം അത് തലയ്ക്കകത്തിട്ട് പുകയ്ക്കാൻ നിന്നില്ല. അർജുൻ്റെ ബ്രദറല്ലേ ഇന്ദ്ര, അപ്പോഴത്തേനും ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെ ഇതെൻ്റെ വെറും ഡൗട്ടാണ്. ഇതിനി നിങ്ങൾ തലയ്ക്കകത്തിട്ട് പുകയ്ക്കണമെന്നില്ല. അതെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും സത്യ സാർ? ബ്രദറിനോട് ഐ മീൻ ഒരുമാതിരി ഒബ്സഷൻ ഉള്ളവർക്ക് ബ്രദറാണോ സിസ്റ്ററാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒബ്സഷൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നാണ്. അത് പല രീതിയിലാവാം. സ്നേഹം കൂടുതലായി കൺഫ്യൂസ്ഡ് ആയവരാവാം. മേ ബി അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടല്ലോ. നമുക്ക് നോക്കാം. ഐ മീൻ സത്യ സാർ പറഞ്ഞതുപോലെ ഇത് സത്യേട്ടനെ വെറും തോന്നലാണല്ലോ, തോന്നിയ കാര്യമാണല്ലോ. ഞങ്ങളേതായാലും ഇതിന്റെ പുറകെ പോകാൻ പോകുന്നില്ല. വേറെ ഒരുപാട് ജോലിയുണ്ട്. അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലുമില്ല. അതോർത്ത് സത്യേട്ടൻ പേടിക്കണ്ട. അവന്മാരോടെ ആലോചിച്ചാനൊക്കെ ഏട്ടാ ഇതാ ഫയലിതാ. ഋഷിനെ വഴി നിട്ടിയതാടി. അവ എവിടെ? ഋഷിക്ക് അവനോടെന്തോ പറയാണെന്ന് പറഞ്ഞോണ്ട് ഓടിപ്പറിച്ച് വന്നത്. വണ്ടി പഞ്ചറായി. ഞാൻ ഫയൽ വാങ്ങാൻ പോയി ജംഗ്ഷനിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞാനും അവനും കൂടി പെട്ടെന്ന് പോന്നു. ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല. ചേട്ടാ, ഇത് വൈകുന്നേരത്തിനുള്ളിൽ എന്തോ അമേരിക്കൻ കമ്പനിക്ക് എന്തോ ഫോർവേഡ് ചെയ്യാനുള്ളതാ, പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഏട്ടാ എന്നാ പോയി വർക്ക് ചെയ്തോ, റൂമിൽ പിക്കോ, സീനില്ല, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം വരെ. ഞങ്ങൾ ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂ ഇല്ല, അതൊന്ന് സംസാരിച്ചിട്ട് വരാം.
എന്ന് ചേട്ടൻ പറ്റോ? നിങ്ങൾ വാ. ഓക്കെ. എന്നാൽ നിങ്ങൾ നിങ്ങളെന്നാ പോയി എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാനെന്നാ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങി വരാം. ചെല്ലും. അങ്കി എന്താടാ, എന്തു പറ്റി? കാശിയുടെ വന്നോ? എൻ്റെ അമ്മ, എൻ്റെ ശ്വാസം ഇപ്പോഴാണ് നേരെ വീണത്. നീ എന്താടി പറയാത്ത കാശിയുടെ വന്ന കാര്യം? എന്തിനാ കാശിയുടെ കാര്യം പറഞ്ഞില്ലേടാ? ചോദിക്ക്. കരയുന്നു മാത്രമേ ഉള്ളൂ, കാര്യം പറയുന്നില്ല. എത്ര നേരം കൊണ്ട് ചോദിക്കാന്നറിയാം. എൻ്റെ ക്ഷമ പോയി. ഏട്ടനാന്നൊക്കെ ഞാൻ മറക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കാശേട്ടാ നോക്ക്, നീ കരയാതെ കാര്യം പറ. എന്താ പ്രശ്നം? എന്താ ആദമുമായിട്ട് എന്തെങ്കിലും അടിയുണ്ടായോ? ഞാൻ ആദമിനെ 110 തവണ വിളിച്ചിരുന്നു. അവനെ തിരിച്ചു വിളിച്ചായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവനെ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അവൻ ഇങ്ങോട്ട് വരും. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തേലും ആവട്ടെ. നീ ഇപ്പം എന്തിനാ കരയുന്നത്? നിൻ്റെ പ്രശ്നം എന്താ? പറ, എന്താ പ്രശ്നം? നോക്ക് കാശേട്ടാ, അല്ലേലും ഞാൻ തലപ്രാന്തെടുത്തിരിക്കുക. മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച്. അതിൻ്റെ ഇടയിൽ നീ ആവശ്യമില്ലാത്ത കിടത്ത് മോങ്ങാണ്ട് കാര്യം പറ. എൻ്റെ അങ്കിത്, നീ അവനോട് ഇങ്ങനെ ചാടിക്കടിക്കാണ്ട് ചോദിക്കും. ഞാൻ ചോദിക്കാം. കാശി, എന്താണ് പറ്റിയത്? എന്താ കാര്യം? എന്താ അവിടെ വീട്ടിലാരെങ്കിലും വല്ലതും പറഞ്ഞോ? അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു പ്രശ്നമില്ലാന്ന് ആദ്യം വിളിച്ചപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായതാ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എന്താ? ദേവിക മാഡം വന്നു എന്ന് പറഞ്ഞു. ദേവമ്മ വല്ലതും പറഞ്ഞോ? അമ്മ വല്ലതും പറഞ്ഞോ നിന്നെ? അച്ചു, അമ്മ വല്ലതും പറഞ്ഞ ഞാൻ ഇങ്ങനെ കരയത്തില്ല അച്ചു. നിനക്കത് അറിയത്തില്ല. എടാ അച്ചു, അച്ഛനെ കൊന്നാരാന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് റൂമിന് പുറത്തിറങ്ങിയപ്പോഴാ അർജുനായിട്ട് ദേഷ്യപ്പെടുന്ന കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയത്. അവിടെ അർജുനേട്ടനും ഉണ്ടായിരുന്നു, അർജുനേട്ടന്റെ അച്ഛനും ഉണ്ടായിരുന്നു. നമ്മളെ അച്ഛനെ കൊന്ന അയാളാണ് വാസുദേവ ശങ്കർ. അയാള് അർജുനേട്ടനോട് പറയാ കേട്ട എല്ലാം അർജുനേട്ടനുണ്ടല്ലോ, അവന് ഇന്ദ്രനെ ഇഷ്ടമാണ്. ഒരുതരം ഭ്രാന്ത് പോലെ അവർ രണ്ടുപേരും സംസാരിച്ച് അച്ഛനെ കൊന്നുകളഞ്ഞ അയാള്. അച്ഛനെ കൊന്നുകളഞ്ഞ അച്ഛോ. സാർ, അങ്കിത്, റിയലി സോറി. ആക്ച്വലി ഞാൻ ഇത് പറയാനാണ് ഓടി വന്നത്. അപ്പോഴത്തേനായിരുന്നു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ടയർ പഞ്ചറായി ഞാൻ വഴിയിലായത്. വിഷ്ണുവിനെ കണ്ടപ്പോൾ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞത് പെട്ടെന്ന് പോവാം, എനിക്ക് സാറിനോട് പറയണമെന്നാണ്. എന്നെ വിളിച്ച് മൂർത്തി എന്നെ വിളിച്ചത് ഇത് പറയാനായിരുന്നു. വാസുദേവ ശങ്കറാ ശിവാങ്കിളിനെ കൊന്നത്. പ്രൂഫ്സ് വല്ലതും കിട്ടിയായിരുന്നോ? പ്രൂഫ്സൊക്കെ എന്തിനാ അച്ചു? അവര് പറയുന്ന ഞാൻ എന്നെ ചെവിയോണ്ട് കേട്ടതല്ലേ. അർജുനേട്ടന് ഇന്ത്യയോട് പ്രേമമാടാ. എന്താ ആൾക്കാരാണ് അവരൊക്കെ. ഇന്നലെ അയാളുടെ ബ്രദറ്, എന്നാൽ അച്ഛന് സ്വന്തം അനിയത്തിയുടെ ഭർത്താവല്ലേടാ. നമ്മളച്ഛൻ എന്ത് ദ്രോഹമാണ് ചെയ്തു? ആരെങ്കിലും ചോദിക്കുന്ന അവനെ കണ്ടിട്ടുണ്ടോ? നീ പറച്ചു ഇല്ലല്ലോ. പിന്നെ അവളച്ഛൻ അയാള് കൊന്ന. അർജുനേട്ടൻ കാശേട്ടാ, അർജുനേട്ടൻ എന്താ നമ്മളമ്മയ്ക്ക് ഉണ്ടായതാണോ? അല്ലല്ലോ. ഏട്ടനൊന്നും വേണ്ട, അർജുൻ അത് മതി. അവനെക്കുറിച്ച് വേറെ കുറേ കാര്യങ്ങളും കൂടെ ഞാൻ അറിഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അനിയനെ പോലെ കോണേണ്ടവൻ്റെ അടുത്ത് പ്രേമം. അവൻ്റെ തന്ത ചെയ്തത് അതിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അയാളെ ഞാൻ കാണുന്നുണ്ട്. വിഷ്ണു, ഞങ്ങൾ ഇറങ്ങാടാ. കാശേട്ടാ, നമുക്ക് കിച്ചുവിൻ്റെ അടുത്ത് പോകണം. കിച്ചുവിനെ കാണണം. കിച്ചു, അവനോട് പറയാത്ത ഒന്നുമില്ല എൻ്റെ ലൈഫിൽ. എല്ലാം എനിക്ക് പറയണം.
ഋഷി നീ വണ്ടി എടു. എന്ത് നോക്കിയോടിക്കാ ചെയ്. എങ്കിൽ ഋഷി വണ്ടി വാ. വിഷ്ണു നീ വരണ്ട, നീ ചേട്ടനോട് പറഞ്ഞിരുന്നാൽ മതി, ഞങ്ങൾ ഇറങ്ങി. അന്ന ഇവിടെ നിന്നോ. വിഷ്ണു അവളിവിടെ നിൽക്കട്ടെ. അവളെ വൈകുന്നേരം ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയേക്കും. വാ കാശി, വാ മോനെ, വാ വാ. ഞാനും കൂടെ പോവായിരുന്നു. ഇനി ഒട്ടും സമാധാനം കാണത്തില്ലടാ വിഷ്ണു. അവന് കരയണമെന്നുണ്ടടി. കരയാനെന്തോ പറ്റുന്നില്ല, അതിന്റെ ദേഷ്യ. അല്ലെങ്കിലും ഇത്ര ദേഷ്യവും വാശിയൊക്കെ ഉള്ളവര് കരഞ്ഞാലും ആരും അറിയത്തില്ല. നിന്റെ ചേട്ടനും അർജുനും തമ്മിൽ ഫ്രണ്ട്സാ, നിനക്കറിയോ? നിന്റെ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അർജുൻ്റെ അറിവോടുകൂടിയാണോ അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും അർജുൻ ഇന്ദ്രയോട് ചെയ്ത തെറ്റ് തന്നെയാണ്. അതിനി അവ എത്ര വെള്ളത്തിൽ കുളിച്ചാലും മായാൻ പോകുന്നില്ല. അതൊക്കെ ഇന്ദ്ര അറിയുന്നതിൻ്റെ അന്ന് അർജുൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും. ചേട്ടൻ എന്തെന്ന് പറഞ്ഞമ്മ? മേ ബി അത് നീ നിന്റെ ചേട്ടനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അകത്താണ്. ഇന്ദ്ര കയറുന്നില്ലേ വീട്ടില്? മതില് ചാടി വന്ന് നിന്നെ കാണുന്ന സുഖം നേരിട്ട് കയറി വന്ന് കിട്ടത്തില്ല. ചുമ്മാ പറഞ്ഞത് അതുകൊണ്ടല്ല. ഞാൻ ആദ്യമിനെ കാണുമ്പോൾ അതുകൊണ്ട് നിൽക്കാൻ ഒട്ടും സമയമില്ല. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യം എന്തായി, ഞാൻ പറഞ്ഞ എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞു. അഗിയുടെ ഫ്ലാറ്റിലോട്ട് ചെല്ലാൻ പറഞ്ഞേക്കാം. ചെന്ന് നോക്കട്ടെ എന്താ അർജന്റ് എന്നാ പറഞ്ഞേ. എന്തോ അച്ചു എന്തോ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ രണ്ടാമത് അവൻ തിരിച്ചു വിളിച്ചപ്പോൾ അവരെല്ലാം വിഷ്ണുവോ നിങ്ങളുടെ ഫ്രണ്ടില്ലേ അവരുടെ ആരുടെ വീട്ടിലായിരുന്നു. ഒന്നും അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്ന സമയത്തിന് അവരൊക്കെ കൂടി നിന്നെ കാണാൻ ഇങ്ങോട്ട് വരിക. അതുകൊണ്ട് അവൻ പോയില്ല, അവൻ നേരെ ഫ്ലാറ്റിൽ തിരിച്ചു പോയി. എന്നോട് അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയി നോക്കട്ടെ എന്താന്ന്. അപ്പോൾ ഇപ്പം അച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വരും എൻ്റെ കിച്ചനെ കാണാനായിട്ട്. അതുകൊണ്ട് പോയി സേഫായിട്ടിരിക്കും. ശരി. പിന്നെ എനിക്ക് കാണണം തോന്നുമ്പോൾ ഞാൻ ആരും കാണാതെ മതിൽ ചാടി വന്നോളാം. ഈ ഒരിക്കൽ ചാടിയോണ്ടാണോ എന്നറിയത്തില്ല, ആ സുഖം നേരിട്ട് വന്നാൽ കിട്ടത്തില്ല. അപ്പൊ പോട്ടെ, ചെല്ല്. വന്നോ കള്ള തിരുമാലി. നീ എന്താടാ വിചാരിച്ച നീ പറയാണ്ട് പോയാൽ ഞാൻ അറിയത്തില്ലെന്നോ? ഞാൻ നിന്നെ കാണാണ്ട് ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ചാലെന്ന് വിചാരിച്ചിട്ട് അച്ചു വിളിച്ച് എന്നെ പറഞ്ഞായിരുന്നു ഇന്ദ്രയുടെ കൂടെ പോയിന്ന്. നിനക്കെന്താണ് പറഞ്ഞിട്ട് പോയാല് ഞാൻ എന്താ പിടിച്ച് വിഴുങ്ങുമോ നിന്നെ? നിന്റെ ഹസ്ബൻഡിനോട് നീ പോകുന്നതിന് ഞാൻ വല്ലതും പറയാൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ തലയും കുഞ്ചൊക്കെ നിന്നോണം. ഇന്ദ്ര വീട്ടിൽ കയറുന്നില്ലേ? വാ, അമ്മച്ചിയുണ്ട്, ഞാനുണ്ട്, പിന്നെ ദേവനും ഉണ്ട്, വേറെ ആരുമില്ല. വാ. അത് പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ ജോണച്ചായൻ പോണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാവത്തില്ലേ? അപ്പം പിന്നെ ഞാൻ ജോണച്ചായനെ വെറുക്കത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ മതിൽ ചാടിപ്പോയേ. ജോണച്ച അറിഞ്ഞല്ലേ, സോറി. ജോണച്ച ഇന്ദ്ര വരുന്നില്ല, വരാൻ പറ, കയറിയിട്ട് പോവാൻ പറ. കിച്ചുവേ ഞാൻ പറഞ്ഞില്ലേ. ജോണല്ലേ? ഹായ് ഇന്ദ്ര. വേറൊന്നല്ല ജോണെ, ഞാൻ വരാം, പിന്നീട് ഒരു ദിവസം വരാം. അന്ന് ഞാൻ നല്ലതുപോലെ വന്ന് അമ്മച്ചീനെയും ജോണിനെയും വീടും എല്ലാം കണ്ടു പരിചയപ്പെട്ടിട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ വേറൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുവിനറിയാലോ, ഫ്രണ്ട് അനിയൻ എല്ലാം ആണ് എനിക്ക്. അവൻ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു അഖിലേട്ടൻ്റെ ഫ്ലാറ്റിലോട്ട്. അപ്പൊ എന്താ കാര്യമെന്ന് അറിയത്തില്ല. ഞാൻ ഇനിയും ലേറ്റ് ആയാൽ ശരിയാവത്തില്ല. വിളിച്ചിട്ട് തന്നെ അരമണിക്കൂറോളം കഴിഞ്ഞു. ഞാനൊന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ച പിന്നെ ഞാൻ ഇവൻ്റെ കൂടെ തന്നെ നിന്നത്. ഇപ്പോ ഞാൻ ഓക്കെ ആണ്. അപ്പോ ഞാൻ പോയി എന്തായാലും ആദമിനെ ഒന്ന് കാണട്ടെ. അർജന്റ് വേണ്ട, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കയറി അമ്മച്ചിനെയൊക്കെ പരിചയപ്പെട്ടിട്ടേ പോകത്തുള്ളൂ. എന്ന് ഞാൻ പോട്ടെ. അയ്യോ എന്ന സീനില്ല, പോക്കോ, പിന്നീട് ഒരു ദിവസം കയറാം. കിച്ചു പൊക്കോട്ടെ, അത്യാവശ്യമായുണ്ടല്ലേ. ഓക്കെ, ജോണച്ചൻ പറഞ്ഞുകൊണ്ട് മാത്രം പൊക്കോ.
പിണങ്ങലേടാ, ഞാൻ വരാം. വന്നിട്ട് നിന്റെ അമ്മച്ചിനെയും ജോണച്ചിനെയും ഒക്കെ കണ്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാരും പരിചയപ്പെട്ടിട്ട് പോകത്തുള്ളൂ. പോരെ? എന്നാ ഞാൻ പോവാ ജോണേ. ഇനി നിന്നാൽ ലേറ്റ് ആവും. പാവം അവ വിളിച്ചിട്ട് ഒരുപാട് നേരമായി. ആ ഓക്കെ ബൈ. അതെ, ആശാൻ വീട്ടിനകത്തോട്ട് വരുന്നില്ലേ? അച്ചുവൊക്കെ ഇപ്പോൾ വരും. അവരെല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞത്. അലസിച്ചാനാണ് വിളിച്ചിരുന്നത്. എന്തോ കാര്യമൊക്കെ പറയാനാ, അത്യാവശ്യ കാര്യം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നിന്നിന് താളം ചോട്ടാണ്ട് വീട്ടിനകത്ത് വന്നിരിക്കാൻ നോക്ക്. ബാ. ആ വരുവാ. അച്ചു എന്തിനായിരിക്കും വരുന്നത്? വരുമ്പോൾ അറിയാലോ. എന്നാലും എന്തിനാ അതിൽ ചാടി വരാമെന്ന് പറഞ്ഞല്ലോ, എനിക്കത് മതി. ഓ, അപ്പോഴെങ്ങാണ് ഈ ജോണിച്ചായം കണ്ട വീണ്ടും പ്രശ്നമാകത്തില്ലേ? ഇങ്ങേരെ ഞാൻ ഉറക്കി കിടത്തും. ഇതൊന്നും ഇവിടെ ആരും ഇല്ലേ? ആദുസേ, ആസി, അഗി, എന്താ? എന്തു പറ്റി? സോറിടാ. ആസി, എന്തിനാ കരയുന്നേ? എന്താടാ? എന്താ പറ്റിയേ? ദേ അടുത്തത് എന്താ? എടാ ഇന്ദ്ര, അവരോട് ഞാൻ എല്ലാം പറഞ്ഞു. അന്ന് നടന്നിരുന്നു എല്ലാ കാര്യങ്ങളും. ഫിദ അവനോട് പറഞ്ഞു കൊടുത്തു. അവനെ അവളെ തട്ടിക്കൊണ്ടു വന്നിരുന്നു. അങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു. പറയാതിരിക്കാൻ തോന്നിയില്ല. കുറേ ആയില്ലേ ഒളിച്ചു വെച്ച് നീ ഇങ്ങനെ എല്ലാവരും മുമ്പ് മറ്റേ ഒരുമാതിരി ചെറ്റാവാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തൊരു ഇതിൽ ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞു. സോറിടാ, മനഃപൂർവ്വമല്ല. നിന്നെ എല്ലാവരും ഇനിയും കുറ്റപ്പെടുത്തുന്ന കാണാൻ വയ്യാത്തോണ്ടാടാ. അയ്യേ, പറഞ്ഞല്ലേ, അത് വിട്ടേരെ, അത് കഴിഞ്ഞില്ലേ. ഇനിയെന്താ? അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാളായി. ഓൾമോസ്റ്റ് 3 years ആയി. ഇനി ഇത് നമ്മുടെ പുതിയ ലൈഫല്ലേ? ആ അതെ, പുതിയ ലൈഫ്. അത് നിനക്കാണല്ലോ. നിന്നെ മാത്രം എന്ത് വന്നാലും കൂടെ നിൽക്കാനായിട്ട് ലൈഫ് ലോങ് നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യണ്ടേ? ഹസി, സോറി, എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. എന്ത് സിറ്റുവേഷനാണ് ഇന്ദ്ര? ഞാൻ നിന്നെ മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചതോ? അതോ എല്ലാവരും കൂടി എന്നെ പൊട്ടാനാക്കിയതോ? അതും പോട്ടെ, ഞാൻ നിന്റെ ശരീരമാണ് നീ സ്നേഹിക്കുന്നതെന്ന് നീ വിചാരിച്ചത്. എന്ത് സിറ്റുവേഷനായിരുന്നു നിനക്കെന്ന്? അത്രയും വേദന അനുഭവിച്ചപ്പോൾ എന്നോട് പറഞ്ഞുവിടായിരുന്നു. ഈ ആദ്യം നിന്ന പോലെ നിന്നവിടെ ഞാൻ കാണത്തില്ലായിരുന്നു. എന്നാ എനിക്കിന്ന് നിന്നെ നഷ്ടപ്പെടത്തില്ലായിരുന്നല്ലോ ഇന്ദ്ര. ഹസി, അതിനൊക്കെ കരയല്ലേ പ്ലീസ്. ആ ദിവസം പറഞ്ഞല്ലാടാ പറയരുതെന്ന്. എന്തിനാടാ പറഞ്ഞ? ഹസി, ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചോടാ ഹസി. എനിക്ക് നിന്നെ എന്നെ നീ അറിയിക്കുന്നില്ല എന്ന് തോന്നി ഹസി. മനഃപൂർവ്വമല്ലടാ, മനഃപൂർവ്വമല്ല ഒന്നും. ഞാനിനി എന്തിനാ ഇന്ദ്ര ജീവിച്ചിരിക്കുന്നത്? ആരുമില്ല, ഒന്നുമില്ല. എല്ലാം ആദ്യം പൊട്ടനാക്കി പറ്റിച്ച്. ഹസി, നീ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യൂ. കാര്യമില്ലേ? ഞാനില്ലേ? ഇത്രയും നാൾ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇനിയും സോറി എന്തിനാ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല പോലെ. എനിക്ക് നിന്നെ മാത്രം. ഞാനൊരു നല്ല ബ്രദറേ അല്ല. അഗിട്ടാ, അഗി അങ്ങനെയൊന്നുമില്ല. അഗി നോക്ക്, നീ എന്റെ ബ്രദർ.
ഞാൻ സിദ്ധുവേട്ടനെക്കാളും എന്തിനും ഞാൻ നിന്നെ വിളിച്ചിട്ടുള്ളൂ. സിദ്ധുവേട്ടനെക്കാളും എന്നെ കുറിച്ച് കൂടുതൽ തിരക്കിയത് നീയാ. ഇത് ഞാൻ പറഞ്ഞില്ല, നീ അറിഞ്ഞില്ല. അപ്പൊ നീയും തിരക്കായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ആസ് എ ബ്രദർ നീ ഒരു ബെസ്റ്റ് ബ്രദർ ആയിരുന്നു എനിക്ക്. നല്ലത് മാത്രം പറഞ്ഞ് നല്ലത് മാത്രം ചെയ്യാൻ പഠിപ്പിച്ച ഒരു നല്ല സഹോദരൻ. അത് ഇന്നും അങ്ങനെയായിരുന്നു. കിച്ചുനെ സ്നേഹിക്കണമെന്ന് എന്നോട് പറഞ്ഞ ആരാ? നീയല്ല. കിച്ചുനെ സ്നേഹിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതാരാ? നീയല്ല. എനിക്ക് ആശയമുള്ളൂ വിധിച്ചിട്ടില്ല. എന്നെ മാത്രം വിചാരിച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്. ഞാൻ ആശയോട് ചെയ്ത തെറ്റാ. അവനെ ഞാൻ വണ്ടനാക്കി 100 പേരിട്ട് പിച്ചിട്ട് ഞാൻ എന്ത് ധൈര്യത്തില എന്തർത്ഥത്തിലാ അവന് എന്നെ തന്നെ കൊടുക്കേണ്ട? അന്ന് എനിക്കത് തെറ്റായിരുന്നു ആസി, വലിയ തെറ്റായിരുന്നു. നിന്റെ മുമ്പിൽ വന്നിന്ന് പറയാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. എന്തെന്ന് ഞാൻ പറയണായിരുന്നു? എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നത് നിന്നോട് എങ്ങനെ പറയണായിരുന്നു? ഒന്നും എനിക്കറിയാം. എന്റെ സമനില തെറ്റിയ സമയമായിരുന്നു അതൊക്കെ. ഇനി ഒന്നുമില്ല. എനിക്ക് ആരോടും ദേഷ്യമില്ല. എല്ലാരും എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി ഇനി അങ്ങോട്ട്. ആദമേ, നീ അച്ഛനെ വിളിച്ചായിരുന്നോ? നീ പോയിട്ട് പിന്നെന്താ തിരിച്ചു വന്നേ? അത് പറയുന്നതിന് മുമ്പേ ഇന്ദ്ര കയറി വന്നില്ലേ? എന്താടാ? വിളിച്ചായിരുന്നു. നീ ഇന്ദ്ര ഇരിക്കും, ആസി ഇരിക്കും. അത് അഗി അച്ചു എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കാശി അച്ഛനെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്ന്. അച്ഛനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ വീട്ടിൻ്റെ എന്തോ അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന്. അതുമാത്രമേ എന്നോട് പറഞ്ഞോളൂ. കാശി അവിടെ എത്തി, വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്നാണ് പറഞ്ഞത്. പിന്നെ കരച്ചിലായതുകൊണ്ട് അവന് ടെൻഷനായി, ഞാനും കാശി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായോ എന്ന് അതറിയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞത്. അല്ലാതെ അച്ചു എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്നെ ആൽവി വിളിച്ചിരുന്നു. അത് അഗി ഇന്ദ്ര എടാ, ഞാനാ ഇബ്രാഹിമിനെ കൊന്നത്. അത് പപ്പയെ കൊന്നോണ്ടാ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൂർത്തിയോട് അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും അച്ഛനെ കൊന്ന ആരാന്ന്, ശിവങ്ങളെ കൊന്ന ആരാന്നും കൂടി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കതറിയില്ല. മൂർത്തി എൻ്റെ സ്റ്റുഡൻ്റാണ്. അവൻ ഹാക്കറാണ്. ആൻഡ് ഹീ ഫൈൻഡ് ഇറ്റ്. അതാരാന്നും അത് വാസുദേവച്ചനാ ശിവച്ചനെ കൊന്നത്. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇത് ഓൾറെഡി അച്ചു അറിഞ്ഞു. അത് പറയാനാ കിച്ചുവിൻ്റെ അടുത്തോട്ട് അച്ചു പോയേക്കുന്നത്. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ഇബ്രാഹിമിനെ കൊന്നത് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞത്. പക്ഷേ അച്ചു അങ്ങനെയല്ല. അറിയാലോ അവനെ നിങ്ങൾക്ക്. അച്ഛനോ? നീ എന്തൊക്കെയാ ആദ്യമേ പറയുന്നേ? അവ എന്നോട് പറഞ്ഞവരുടെ കൂട്ടത്തിൽ അച്ഛനും ചേട്ടനും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യോ? ഇന്ദ്ര, എന്തെങ്കിലും തെറ്റിദ്ധാരണ ആയിരിക്കത്തില്ല ഇന്ദ്ര?
നമുക്കൊന്ന് അച്ഛനെ വിളിച്ച് സംസാരിച്ചാലോ? ഹേ, അത് നടക്കും തോന്നുന്നില്ല ഗി. വിത്ത് പ്രൂഫ്സാ അവൻ്റെ മുമ്പിൽ യവന്മാർ കൊണ്ടുപോയി കൊടുത്തേക്കുന്നത്. അന്ന് എൻ്റെ പേരിലുള്ള ഗണ്ണെടുത്തുകൊണ്ട് പോയത് അങ്കിളായിരുന്നു വീട്ടിൽ നിന്ന്. അങ്കിളിനെ ഷൂട്ട് ചെയ്തത്. ഫിംഗർ പ്രിൻസൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരൊക്കെ ഒന്നും കാണത്തില്ല. തെറ്റിയതൊരു മരിക്കല്ല ഈ വേണ്ടേ. ആഴടാ മരിക്കണം, പക്ഷെ അച്ഛനല്ലേ. എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ കൂടെയുള്ള ആരെയും മനസ്സിലാക്കാൻ പറ്റാത്ത. അച്ചു 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 അത് ചെയ്ത ഇന്ദ്ര, അച്ചു അത് ചെയ്ത അച്ചുവിനെ പിന്നെ എനിക്ക് കാണാൻ പറ്റൂല. പോലീസ് പിടിക്കും. എടാ എങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണം. അഗി നോക്ക്, നീ സമാധാനപ്പെട്. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അവനെ പോലീസൊന്നും പിടിക്കത്തില്ല. അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കണ്ട, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. അതാ എൻ്റെ സിറ്റുവേഷൻ ഇപ്പം. എനിക്ക് ആൽവിനെ ഒന്ന് കാണണം. ആൽവിനെ നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞേ. ചെറിയൊരു ക്ലൂ മാത്രമേ തന്നിട്ടുള്ളൂ. എന്താണെന്ന് ഞാൻ പോയി നോക്കട്ടെ. നിങ്ങളിവിടെ ഇരിക്കുക സേഫായിട്ട്. അല്ല അത് ഞാനും വരാം. ഇതിലൊന്നും നീ വരണ്ടടാ. ഇതിനേക്കാൾ ഒരുപാട് നീ അനുഭവിച്ചതല്ലേ. ഇതിൽ നീ വേണ്ട. ഞങ്ങൾ മാത്രം മതി. അഗി സമാധാനപ്പെടും, ഒന്നും ഉണ്ടാവില്ല. ഞാൻ പോയി ആൽവിയെ കാണട്ടെ. അവനോട് വേറൊരു കാര്യം പറഞ്ഞു, AK ഗ്രൂപ്പ്സിൻ്റെ കാര്യം. അവരിതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞേ. അതിനെക്കുറിച്ച് അവൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവരിതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ടെന്ന്. നോക്കട്ടെ. നീ അസീനെ നോക്കിക്കോ. ഇന്ദിര, നീ വീട്ടിലോട്ട് പോകുന്നെങ്കിൽ പോ, ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കും കേട്ടോ. എവിടെയാണെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്കണം. ഞാൻ നേരെ അങ്ങ് വന്നോളാം. എന്താ എങ്കിൽ ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത്? എന്ത് ചെയ്യാനാ? ആരാ ചെയ്തെന്നും ആരാ കൊന്നെന്നും എല്ലാം അറിഞ്ഞല്ലോ. കിച്ചനോട് പറയുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യാനാ നിങ്ങളുടെ രണ്ടുപേരും പ്ലാൻ? കൊല്ലാൻ പോവാ അച്ഛയെ കൊന്നാനെ. അങ്ങനെ തന്നെയല്ല അച്ചു? അതങ്ങനെ തന്നെ ആണല്ലോ കിച്ചു. പക്ഷെ അതിന് നീയും കാശിയേട്ടനും വരണ്ട, അച്ചു മാത്രം മതി. ഋഷി, നീ കാശേട്ടനെ കൊണ്ട് അകത്ത് വയ്ക്കോ. കാശേട്ടാ അകത്ത് വയ്ക്കോ, ഞാൻ വരാം. ചെല്ലേ. ഇല്ല അച്ചു, ഞാൻ നിങ്ങളടുത്ത് നിൽക്കാം. എനിക്കും അറിയണം എന്താ ചെയ്യണേ. കൊല്ലാം, അതിനൊക്കെ ഞാനും കാണും. കാശേട്ടാ നോക്ക്, നീ ഇപ്പം ഞാൻ മുഖമൊക്കെ ഒന്ന് കഴിവും. ഒരുമാതിരി ഇരിക്കുന്നു. അച്ഛൻ മരിച്ചപ്പോൾ നമ്മൾ ഇതിനപ്പുറം കരഞ്ഞതാ. ഇതിപ്പോൾ മരിച്ച ഏവനാന്നാ കണ്ടുപിടിച്ചത്. അതിന് നമ്മൾ കരയല്ല വേണ്ടത്, മനസ്സിലായോ? ചെല്ല് ഋഷി, വിളിച്ചോണ്ട് പോ. ചെല്ല്, നിനക്കറിയാത്ത ഒന്നും ഇവിടെ ചെയ്യത്തില്ല, പോ. അവ ഒരുപാട് പേടിച്ചിരിക്കുക. കൂടെ ഉള്ളവര് തന്നെ, കുടുംബക്കാര് തന്നെ. നീ അവനോട് ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടലെങ്കിൽ അവന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. ഇവനെല്ലാം അറിയാം, അതുകൊണ്ടാണ് അവ ഇങ്ങനെ കല്ലുകൊല്ലം നിൽക്കുന്നത്. അപ്പൊ അവനോ? ഇവനെല്ലാം അറിയാന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഞാനും എവനും ഒന്നാ. പക്ഷെ അതുപോലെയല്ല കാശിയേട്ടൻ. ഞങ്ങളുടെ നേരെ വിപരീതമാണ്. അങ്ങേർക്കൊന്നും താങ്ങാനുള്ള ശേഷി പോലും ഇല്ല. പക്ഷേ അതുപോട്ടെ. ജോണേ, നീ എന്തോ കമ്പനിയുടെ കാര്യം എന്തോ പറഞ്ഞേ? അത് അങ്കിത് സാർ, AK സാർ, അത് ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് പോയേ. പോരാ, വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയല്ലേ വരുന്നേ. എല്ലാം ഒരുമിച്ച് ഞാൻ അങ്ങ് പരിഹരിച്ചും പോവാം. നീ പറ, കാര്യം എന്തുവാ? അത്
നമ്മുടെ കമ്പനിയുടെ പേരിൽ ശിവ ഗ്രൂപ്പ്സ്, അതായത് നിങ്ങളുടെ അമ്മയുടെ ഗ്രൂപ്പ്, അമ്മ തന്നെ പെറ്റീഷൻ കൊടുത്തേക്കുക നമ്മൾ ഇല്ലീഗൽ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അതിന് കൂടെ ഇന്ദിര ഗ്രൂപ്പ്സ്, ഐ മീൻ ദേവശങ്കറും ദേവിക മേഡവും കൂടെ കൊടുത്തേക്കുന്നത്. എന്താ ചെയ്യുക, അവർ രണ്ടുപേരും ഒരുമിച്ചാണ് നിന്നേക്കുന്നത്. അവരൊരുമിച്ച് നിന്ന് കേസ് കൊടുത്തുകൊണ്ട് തന്നെ അന്വേഷണം വരാൻ ചാൻസ് ഉണ്ട്. വരട്ടടാ പുല്ലേ, അത് എൻ്റെ അമ്മ തന്നെ അല്ലേ, അവരെ മോൻ തന്നെയല്ലേ ഞാൻ. ഇതിനും വലുതൊന്നും എനിക്ക് ഉണ്ടാക്കാനില്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു 2-3 പേപ്പേഴ്സ് തയ്യാറാക്കും. എന്നിട്ട് ഇന്ദിര ഗ്രൂപ്പ്സും ശിവ ഗ്രൂപ്പ്സും ആ മറൈൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അമ്മയ്ക്ക് പ്രോജക്റ്റ് എഴുതി കൊടുത്ത ആ ഗ്രൂപ്പ് നമ്മളിങ്ങി വാങ്ങി എന്നുള്ള ഒരു ഫേക്ക് പേപ്പർ തയ്യാറാക്കും. എന്നിട്ട് അത് ഫേക്കാണെന്ന് നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ, കാണുന്നവർക്ക് പോലും തോന്നരുത്. അത് വെച്ച് AK ഗ്രൂപ്പ് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോവുക. അതായത് ഈ 3 ഗ്രൂപ്പ്സും ഈ 3 കമ്പനിയും AK ഗ്രൂപ്പ് വാങ്ങി എന്നുള്ള പേരിൽ, എന്നിട്ട് അവർ ഒഴിഞ്ഞു തരുന്നില്ല എന്നുള്ള പേരിൽ അമ്മയ്ക്കെതിരെ കളിക്കാൻ എന്നെക്കൊണ്ട് തന്നെ പറ്റും. അതെന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ്റെ സമനില തെറ്റി നിൽക്കുക. കിച്ചു, നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇവിടെ നിന്ന് എങ്ങോട്ടും പോവരുത്. എന്താ എപ്പോഴും ആരാ എന്താ ചെയ്യാന്ന് ഒരു ഇതുമില്ല. അർജുൻ ഈ കഥയിൽ വില്ലനാണോ അതോ അവനും പാവമാണോ ഒന്നും അറിയത്തില്ല. കിച്ചു നമ്മളടുത്ത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇന്ദ്രയെ അങ്ങനെ ആരാ ചെയ്തതെന്നോ ഒന്നും ഓർമ്മയില്ല. നമ്മൾ അച്ഛനെ കൊന്ന ആരാന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇന്ദ്രയെ അങ്ങനെ ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അത് പക്ഷെ വിഷ്ണുവിൻ്റെ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവരാ 3 ഫ്രണ്ട്സ് മരിച്ചു. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തത് അർജുനാവാനാണ് സാധ്യത. അർജുനൊന്നും ചെയ്ത് കാണത്തില്ല. അപ്പോൾ ഇന്ദ്രനെ അവന്മാരായിരിക്കും എന്തേലും ചെയ്തത്. എനിക്ക് മുമ്പേ സംശയം തോന്നിയതാ അർജുൻ ഇന്ദ്രയോട് സാധാരണ എല്ലാ ചേട്ടന്മാർക്കും ഉള്ള അതേ ഫീലിങ്സ് അല്ലാന്ന്. സ്വന്തം അനിയനെ പ്രേമിക്കാൻ നടക്കുന്നു. ഭ്രാന്ത് അല്ലാതെന്ത്. അവന് പ്രേമം മൂത്ത് വട്ടായതാ. ആ വട്ടിൻ്റെ പുറത്തായിരിക്കും സ്വന്തം കൂട്ടുകാരന്മാർ 3 അവൻ കൊന്നത്. അലച്ചിച്ചായ എനിക്ക് അവന്മാർ 3 എങ്ങനെ മരിച്ചെന്നും ആ സിറ്റുവേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റുമോ? അതൊക്കെ അറിഞ്ഞാൽ നമുക്കൊന്ന് ഉറപ്പിക്കാമായിരുന്നു. ഏതായാലും നമ്മളായിട്ട് പോയി ഇന്ദ്രയോട് അർജുന ഇതൊക്കെ ചെയ്തതെന്നും അർജുൻ ഇതൊക്കെ അറിയാമായിരുന്നെന്നും അല്ലെങ്കിൽ അർജുന് നിന്നോട് പ്രേമമാണെന്നും അല്ലെങ്കിൽ അർജുൻ ഇതെല്ലാം അന്ന് അറിഞ്ഞിരുന്നു എന്നും ഇതൊന്നും പറഞ്ഞ് അവൻ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഈ കഥയൊക്കെ കിച്ചുവിനോട് പറഞ്ഞപ്പോഴും ഇന്ദ്ര പറഞ്ഞ രീതി പറഞ്ഞപ്പോഴും ആ കഥയിൽ പുണ്യാളൻ അർജുനായിരുന്നു. എനിക്ക് ഉറപ്പാണ് അവൻ ഈ കഥയിൽ വില്ലൻ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞാൽ അവൻ വിശ്വസിക്കത്തില്ല. അർജുൻ തന്നെ പറയണം, അർജുൻ്റെ വാഗുണ്ട്. ആദ്യം അർജുൻ്റെ പ്ലാൻ എന്താണെന്നറിയട്ടെ, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അതാകുമ്പോൾ ഒറ്റ പ്ലാനിൽ തന്നെ കാര്യങ്ങളെല്ലാം ഈ അങ്കി ശിവപ്രസാദ് നടത്തിയെടുക്കും. ഇച്ചായ ഞാൻ പറഞ്ഞാലും തിരക്കാൻ നോക്കും. ജോണേ, നീ അവന്മാരുടെ ലൊക്കേഷൻ എന്താ, അവർ പ്ലാൻ ചെയ്യുന്നത് എന്താ? ഫിദ അവരോട് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഋഷി. ഫിദയും അവനും കൂടി ഇപ്പം എന്താ പ്ലാൻ ചെയ്യുന്നത്? ഫിദയുടെ ഇതിലെ റോൾ എന്താ? ഇതൊക്കെ നാളെ വാസുദേവ ശങ്കറിനെ ഞാൻ കൊന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ എനിക്ക് തരണം. ഞാൻ ഇവിടെ വരില്ല, നിങ്ങൾ AK ഗ്രൂപ്പ്സിൽ വരണം. പിന്നെ അതുവരെ കിച്ചു ഇവിടെ സേഫായിരിക്കണം. എങ്ങാനും നമ്മൾ വിചാരിക്കും പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അർജുൻ്റെ അടുത്ത ടാർഗറ്റ് കിച്ചു ആയിരിക്കും. കാരണം ഇപ്പം
ഇപ്പോൾ ഇന്ദ്രയുടെ ലൈഫിൽ ഇന്ദ്ര അത്രത്തോളം സ്നേഹിക്കുകയും അത്രത്തോളം അവൻ്റെ ലൈഫിൽ സ്വാധീനം കൊടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി അത് കിച്ചുവാണ്. അതുകൊണ്ട് കിച്ചുവിനോ എന്ത് ചെയ്യാനോ മടിക്കത്തില്ല. ഇന്ദ്രനെ ഉപദ്രവിച്ചവരെ നമ്മൾ വിചാരിക്കുന്നതാണ് സത്യമെങ്കിൽ, അവൻ്റെ കൂട്ടുകാരൻ അവനാണ് കൊന്നതെങ്കിൽ കിച്ചുവിനൊന്നും ചെയ്യാനോ മടിക്കത്തില്ല. അതുകൊണ്ട് കിച്ചു ഇവിടെ സേഫ് ആയിരിക്കണം അമ്മച്ചിയുടെ കൂടെ, കേട്ടോ. ബാക്കി വാസുദേവ ശങ്കറിൻ്റെ പുക കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അത് ഇന്ദ്ര അങ്ങനെയൊക്കെ ചെയ്തത് വാസുദേവ ശങ്കറിൻ്റെ കാര്യത്തിന് എനിക്ക് ടെൻഷനില്ല. അയാളെ നീ കൊല്ലുമെന്ന് എനിക്ക് അറിയാച്ചു. പക്ഷെ ഇന്ദ്ര അങ്ങനെയൊക്കെ ചെയ്തത് അതാരായിരുന്നാലും അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്കും കാണണം അവന്മാരെ. മോനെ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലല്ലേ, ഞങ്ങളന്ന് നേരെ കമ്പനിയിലോട്ടാണ് പോകുന്നത്. നോക്കട്ടെ, കാശി മോനും നേരെ അങ്ങ് വീട്ടിലോട്ട് പോവോ അതോ ഞങ്ങൾ കാശി അങ്ങ് കൊണ്ടാക്കണോ? മോനും ഇവിടെയാണോ? നിങ്ങൾ വിട്ടോ, ഞാനും കാശിയേട്ടനും പോയിക്കോളാം. അമ്മയ്ക്ക് ഒരു ഡൗട്ടും തോന്നാൻ പാടില്ല ഒരു കാര്യത്തിലും. അമ്മ അറിയാനും പാടില്ല അമ്മേരെ ചേട്ടനാണ് ഇത് ചെയ്തിരുന്നു. താങ്ങാൻ പറ്റില്ല അമ്മയ്ക്ക്. പിന്നെ കമ്പനി കാര്യം, അത് നമ്മൾ വാങ്ങിച്ചാലും നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും എല്ലാം അമ്മയ്ക്ക് തന്നെ നേട്ടം. പിന്നെ എന്നാലും അറിയും AK ആരാന്നൊക്കെ. AK ആരാന്ന്? AK അമ്മയുടെ മക്കളെ തന്നെയാന്ന്. ഇതൊക്കെ കാശിയേട്ടനും അമ്മയൊക്കെ എന്തെങ്കിലും അറിയേണ്ടി വരും. പക്ഷേ ആരവമൂർത്തി അവൻ ആദമിനോട് പറഞ്ഞിട്ടുണ്ടോന്നാ എനിക്ക് ചെറിയ ഡൗട്ട്. നോക്കാം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ.